കഴിഞ്ഞ ദിവസം BCCIയുടെ വാർഷിക കരാർ പുറത്തുവന്നപ്പോൾ ആരാധകർ ഉറ്റുനോക്കിയത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു. 2020 ലോകകപ്പിന് മുമ്പ് ഫോം ഔട്ടായ സഞ്ജു ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ നിന്ന് പുറത്തായിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഷിക കരാർ കൂടി നഷ്ടപ്പെടുമോ എന്നായിരുന്നു ആരാധകരുടെ ആശങ്ക. എന്നാൽ സഞ്ജു BCCI വാർഷിക കരാർ നിലനിർത്തിയിരിക്കുകയാണ്. T20 ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന സഞ്ജു ഗ്രേഡ് സിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകകപ്പ് പ്ലേയിങ് ലെവലിൽ സഞ്ജുവിന്റെ സ്ഥാനം തട്ടിയെടുത്ത ഇഷാൻ കിഷൻ വാർഷിക കരാർ നേടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഫോമിലില്ലാത്ത സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടും മികച്ച ഫോമിലുള്ള ഇഷാൻ കിഷൻ എങ്ങനെ പുറത്തായി എന്നാണ് ആരാധകർ ചോദിക്കുന്ന പ്രധാന ചോദ്യം. ഇതിന് ചില കാരണങ്ങളുണ്ട്. സഞ്ജു ഉൾപ്പെട്ടിട്ടും ഇഷാൻ പുറത്തായത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെ സാധ്യതയുള്ള ഒരു വർഷത്തെ വാർഷിക നിലനിർത്തൽ കരാറാണ് BCCI സെൻട്രൽ കോൺട്രാക്ട്. തൊട്ടു മുമ്പത്തെ ഇതേ കാലയളവിൽ ഒരു താരത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു, പ്രകടനം എങ്ങനെയായിരുന്നു തുടങ്ങിയ ഘടകങ്ങളെ പരിഗണിച്ചാണ് വാർഷിക കരാർ പ്രഖ്യാപിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2025 ഒക്ടോബർ മുതൽ 2026 സെപ്റ്റംബർ വരെ കാലാവധിയുള്ള കരാറാണ്. ഇതിനായി പരിഗണിച്ചത് 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള താരങ്ങളുടെ പ്രകടനവും പങ്കാളിത്തവുമാണ്. എന്തുകൊണ്ടാണ് ഇഷാൻ കിഷന് വാർഷിക കരാർ ലഭിച്ചില്ലെന്ന് ചോദിച്ചാൽ നിലവിലുള്ള പ്രകടനമോ ഭാവിയിലേക്കുള്ള സാധ്യതകളോ പരിഗണിച്ചല്ല BCCI താരങ്ങൾക്ക് വാർഷിക കരാർ നൽകുന്നത് എന്നാണ് ഉത്തരം. തൊട്ടു മുമ്പത്തെ കാലാവധിയായ 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പങ്കാളിത്തവും പ്രകടനവും പരിഗണിച്ചാണ് ഈ കരാർ. ഈ കാലയളവിൽ ഒരു അന്താരാഷ്ട്ര മത്സരവും ഇഷാൻ കിഷൻ കളിച്ചിരുന്നില്ല. താരത്തിന്റെ T20 ക്രിക്കറ്റിലുള്ള തിരിച്ചുവരവ് സംഭവിച്ചത് 2026 ജനുവരിയിലാണ്. അതുകൊണ്ട് തന്നെ ഇഷാന് കരാർ ലഭിച്ചില്ല. എന്നാൽ ഇതേ പ്രകടനം നിലനിർത്തിയാൽ അടുത്ത കരാർ പ്രഖ്യാപിക്കുമ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഇഷാൻ കിഷന് സാധിക്കും. BCCI അത്ര മികച്ച ബന്ധമായിരുന്നില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നത്. 2023 ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് സ്വയം മാറുന്ന ഇഷാൻ ജാർഖണ്ഡിനായി രഞ്ജി ട്രോഫി മത്സരം കളിക്കാനും തയ്യാറായില്ല. എന്നാൽ ഒരു സ്വകാര്യ 2020 ടൂർണമെന്റ് കളിക്കുകയും ചെയ്തു. തുടർന്നാണ് 2023-24 കരാറിൽ നിന്ന് BCCI ഇഷാനെ ഒഴിവാക്കിയത്. പിന്നീട് ആഭ്യന്തര ക്രിക്കറ്റിലൂടെ തിരിച്ചുവരാൻ തയ്യാറായ ഇഷാനെ 24-25 വാർഷിക കരാറിൽ BCCI ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ കാലയളവിൽ ഇന്ത്യൻ ടീമിൽ വലിയ അവസരങ്ങൾ ലഭിക്കാതിരുന്നതോടെ താരം ഇത്തവണത്തെ കരാറിൽ നിന്ന് പുറത്തായി. പുതിയ BCCI വാർഷിക കരാറിന്റെ ഇവാലുവേഷൻ കാലാവധിയായിരുന്ന 2024-25 സീസണിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സജീവ സാന്നിധ്യമായിരുന്നു. 2024 ഒക്ടോബർ മുതലാണ് സഞ്ജുവിന്റെ T20 കരിയറിലെ ഭാഗ്യം തെളിഞ്ഞതെന്ന് പറയാം. 3 സെഞ്ചുറികൾ ആ വർഷം നേടിയ സഞ്ജു ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് 25-26 വാർഷിക കരാറും ലഭിച്ചത്. പുതിയ കരാർ ആരംഭിച്ച 2025 ഒക്ടോബറിന് മുമ്പ് സഞ്ജുവിന് ഇന്ത്യൻ T20 ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം തിരിച്ചു നൽകുന്ന തരത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. എന്നാൽ പുതിയ കരാർ കാലാവധി ആരംഭിച്ചതിന് ശേഷം ന്യൂസിലാൻഡിനെതിരെ T20 പരമ്പിൽ സഞ്ജു നിരാശപ്പെടുത്തി. പ്ലേയിങ്ങിൽ സഞ്ജുവിന്റെ സ്ഥാനവും നഷ്ടമായി. ഇനി 2026 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം സഞ്ജുവിനെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്. വാർഷിക കരാർ ലഭിച്ചെന്ന് കരുതി പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്താൻ സാധിക്കണമെന്നില്ല. അത് മറ്റു താരങ്ങളുടെ ലഭ്യതയും പരിശീലന സെഷനുകളിലെ സഞ്ജുവിന്റെ മികവും ആശ്രയിച്ചിരിക്കും. ഇനി കരാർ കാലാവധിയിൽ അവശേഷിക്കുന്ന കാലം മികച്ച പ്രകടനം നടത്താനായാൽ മാത്രമേ സഞ്ജുവിന് അടുത്ത വർഷം കരാർ ലഭിക്കൂ. അങ്ങനെ വന്നാൽ മാത്രമേ പുതിയ കരാറിൽ ഉൾപ്പെട്ടതുകൊണ്ട് കാര്യമുണ്ടാകൂ. അടുത്ത വാർഷിക കരാറിൽ സഞ്ജു ഉൾപ്പെടുമെന്ന കാര്യം കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.